ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ജസ്റ്റിന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അമ്മ. മക്കളെ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയൊരു വേദന മനുഷ്യന് അനുഭവിക്കാനില്ല മോളെ. എല്ലാം നേരിടാനുള്ള മനോധൈര്യം ദൈവം അവർക്ക് കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ദൈവം ഉണ്ടോന്ന് പോലും സംശയം തോന്നി പോകുന്നത്. ഗോപാലനെ പോലൊരു ദുഷ്ടൻ നാട്ടുകാരുടെ കാശും ജീവനും എല്ലാം വലിച്ചെടുത്ത് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുക. അയാൾ കാരണം എത്ര ജീവനുകളാ പൊലിഞ്ഞത്. എന്നിട്ടും അയാളെ ദൈവം ശിക്ഷിക്കുന്നില്ലല്ലോ. ദൈവം എല്ലാം കാണുന്നുണ്ട് മഹിമേ. ആ ഗോപാലൻ ചെയ്യുന്നതിനെല്ലാം അയാൾ കണക്ക് പറയേണ്ടി വരും. ആ ദിവസത്തിനായി കാത്തു നിൽക്കുന്നതിന് പകരം ഞാൻ തന്നെ ഗോപാലനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. അങ്ങനെ നീ കണക്ക് ചോദിച്ചതിന്റെ ഫലമായിരിക്കും ബാറിൽ സംഭവിച്ചല്ലേ? ചോദിച്ച കേട്ടില്ലേ? മനസ്സിലായില്ല. ഗോപാൽജിയോട് പകരം വീട്ടാനായി ആദ്യം നീ അദ്ദേഹത്തിന്റെ കാശ് കത്തിച്ചു. എന്നിട്ട് നിന്റെ കലി അടങ്ങാതെ വന്നപ്പോ നീ അദ്ദേഹത്തിന്റെ ബാറിനെ ലക്ഷ്യം വെക്കാൻ തീരുമാനിച്ചു കാണുമല്ലേ? എടാ നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഓർമ്മയില്ലേ ഇവിടെ വെച്ച് ഇവൾ എന്നെ വെല്ലുവിളിച്ചത്? എന്റെ മൂക്കിന് താഴെ കൂടെ പോയി ഗോപാൽജിക്ക് പണി കൊടുക്കുമെന്ന് ഇവള് പറഞ്ഞില്ലേ? എടാ അത് നിന്നെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി ഇവള് വെറുതെ പറഞ്ഞതാ. അല്ല, ഇവളത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഞാൻ ജോലി ചെയ്യുന്ന ബാറിനെ ലക്ഷ്യം വെക്കാൻ കാരണം തന്നെ അതാ. ഗിരിയേട്ടൻ പറയുന്നത് ഞാനാണ് ജസ്റ്റിനെ കൊന്നതെന്നാണോ? അതെ. ആരെങ്കിലും മരിക്കുമെന്ന് നീ പ്രതീക്ഷയാണില്ല. പക്ഷെ ഗോപാൽജിയെ തകർക്കാൻ അത് ചെയ്തത് നീയാണെന്ന് എനിക്ക് ഉറപ്പാ. ഇറങ്ങിപ്പോടാ. മിണ്ടരുത് നീ. എടാ മനുഷ്യനായാലേ കുറച്ചൊക്കെ ബുദ്ധി വേണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതിന്റെ പുറകിൽ ആ ഗോപാലനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? എന്നിട്ട് വേറെ ആരും മേല് കുറ്റം വെക്കാനില്ലാത്തോണ്ട് ഇവളുടെ പേര് പറഞ്ഞിരിക്കുന്നു. ആരാണെന്ന് എനിക്ക് ബുദ്ധി പറഞ്ഞു തന്നത്? അതും ആ ഗോപാലനായിരിക്കും. നീ നോക്കിക്കോടാ, നിന്റെ അച്ഛനെ പോലെ ആ ഗോപാലിന്റെ കാൽ കീഴി കിടന്നു തന്നെയായിരിക്കും നിന്റെ അവസാനം. എങ്ങനെ നടന്നിരുന്ന കൂട്ടുകാരാടാ നിങ്ങള്? ആ വൃത്തികെട്ടതിനു വേണ്ടി നിങ്ങൾ പരസ്പരം തല്ലുകൂടുക. ഇത്രയേ ഉള്ളോ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ? ഈ സ്ഥലമോ വീടോ ഒന്നുമല്ല എന്റെ സ്വത്ത്. എന്റെ ഈ 2 മക്കളാ. അവളാണിത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഗോപാൽജിയോട് പ്രതികാരം ചെയ്യാൻ അവൾ എന്തും ചെയ്യും. എന്റെ മൂക്കിന് താഴെ കൂടെ പോയിട്ടായിരിക്കും ഗോപാൽജിക്ക് പണി കൊടുക്കാന്ന് മഹിമ എന്നെ വെല്ലുവിളിച്ചതാ. ബാർ എന്റെ മേൽനോട്ടത്തിലാണല്ലോ നടക്കുന്നത്. അപ്പോ അവൾ അവിടെ തന്നെ ഒരു പണി കൊടുത്തതായിരിക്കും. മരിച്ചു പോയത് മഹിമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാ. മഹിമ സ്വന്തം കൂട്ടുകാരനോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ? അവളുടെ കൂട്ടുകാര് ബാറിൽ മദ്യപിക്കാൻ വരുമെന്ന് അവൾക്ക് അറിയില്ലായിരിക്കും. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ലോകത്തുള്ളവരെല്ലാം ഗിരിയേട്ടനെ ശത്രുക്കളായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. എന്താ മക്കളെ ഇത്? എന്തിനെങ്ങനെ വഴക്കൂടുന്നേ? ബാറിൽ മദ്യ ദുരന്തം ഉണ്ടാവാൻ കാരണം മഹിമയാണെന്നാ ഗിരിയേട്ടൻ പറയുന്നത്. എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? ഒന്നുമല്ലെങ്കിലും മഹിമയൊരു ഡോക്ടറല്ലേ? അവളൊരിക്കലും ഒരു ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. ഇത്രയും കാലമായിട്ടും അവളെ മനസ്സിലാക്കാതെ ഗോപാലന്റെ വാക്കും കേട്ട് അവളെ സംശയിക്കാൻ ഗിരിയേട്ടന് നാണമില്ലേ?
അമ്മേ, ഗിരിയേട്ടാ, മോളെ. മോളെ, അമ്മേ, അകത്തേക്ക് പോ. അകത്തേക്ക് പോവാൻ. ആ. ആരാ? ആരാ ഇത്? ആ, നിക്കാൻ. ആ, ആ. ഗിരിയേട്ടാ. ആർക്കാടാ എന്റെ വീടിന് നേരെ കല്ലെറിയേണ്ടത്? ആർക്കൊന്നും വേണ്ട ഗിരിയേട്ടാ. എന്താ മോനെ ഇതൊക്കെ? മദ്യ ദുരന്തത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസ് കണ്ടുപിടിച്ചില്ലല്ലോ. ഞാനല്ലേ ബാറിന്റെ മാനേജർ. പോരാത്തതിന് അച്ഛൻ പണ്ട് ഇങ്ങനൊരു കേസിൽ കുടുങ്ങിയതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും എളുപ്പം. പണ്ട് അച്ഛന് സംഭവിച്ച പോലെ തന്നെയായിരിക്കും ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. പണ്ട് അച്ഛൻ ഒരാളെ കൊന്നതുപോലെ ഞാനും ഒരാളെ കൊന്നുവെന്ന് നാട്ടുകാരും മാധ്യമങ്ങളൊക്കെ പറയും. മരിച്ചു കഴിഞ്ഞിട്ടും അച്ഛനെ ഈ നാട്ടുകാർ വെറുതെ വിട്ടിട്ടില്ല. ഞങ്ങളോടായിരുന്നു അവര് പ്രതികാരം ചെയ്തത്. ഇനി എന്നോടുള്ള ദേഷ്യം നമ്മുടെ കുഞ്ഞിനോട് ഇവര് തീർക്കോ? ഞാൻ അനുഭവിച്ചതല്ല നമ്മുടെ കുഞ്ഞും അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗിരിയേട്ടാ. ഗിരിയേട്ടൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. ഇതിന് പുറകിൽ കളിച്ചത് ആരാണെന്ന് നമ്മൾ വൈകാതെ കണ്ടുപിടിക്കും. ഗിരിയേട്ടൻ നിരപരാധിയാണെന്ന് നമ്മൾ തെളിയിക്കും. ഗിരിയേട്ടൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഞങ്ങളെപ്പോലെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരെ പോലുള്ളവന്മാര് ഗിരിയേട്ടനെ മാനസികമായി തകർക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. ഗിരിയേട്ടനോട് വഴക്ക് കൂടേണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റിന്റെ മരണത്തിന് ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. ഇപ്പോഴെങ്കിലും ആ ഗോപാലനാണ് ദുരന്തത്തിന് പിന്നിലുള്ള കാരണമൊന്നും തിരിച്ചറിയാനുള്ള ബോധം കാണിക്കുന്നില്ലെന്നേ. അയാൾക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തെ മുഴുവൻ വെറുപ്പിക്കാൻ വരെ അവൻ തയ്യാറാണ്. സ്വന്തം ഭാര്യയെക്കാളും കുഞ്ഞിനേക്കാളും കൂട്ടുകാരനേക്കാളൊക്കെ വലുത് അവൻ ആ ചെറ്റയാണെന്ന് എങ്ങനെയാ ചിന്തിക്കാൻ പറ്റുന്നേ? വക്കീല് ചെയ്തത് 100% ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ വക്കീലിന് ഇതിലും കൂടുതൽ ദേഷ്യം തോന്നിയനെ. ഇപ്പൊ വക്കീലിന് തോന്നുന്നത് കുറ്റബോധോ? അത് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടപ്പോ പെട്ടെന്ന് അവന്റെ അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞുപോയി.